Hi guys, once again welcome back to Ejupod CUT. അപ്പോൾ നമ്മുടെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പലരും അഡ്മിഷനെ പറ്റി ഏതൊക്കെ കോളേജിലാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് ഓരോ കോളേജിനെ പറ്റി ഇൻഫർമേഷൻ വിവരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ വിവരങ്ങളും എജുപോഡ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CUT-യുമായി ബന്ധപ്പെട്ട ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മയിലുണ്ടായിരിക്കുക. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ തന്നെ നമുക്കറിയാം. അപ്പോൾ CUT എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ പോലും CUT അണ്ടറിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈവൻ ഫ്യൂച്ചറിൽ നമ്മുടെ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷനും CUT-ന്റെ അണ്ടറിലാവും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കമ്മിങ് ഫ്യൂച്ചറിൽ എന്തായാലും ഒരു ഇന്ത്യ ഒട്ടാകെ എഴുതപ്പെടുന്ന ഒരു എൻട്രൻസ് എക്സാമായി CUT മാറും. അപ്പോൾ ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ നമ്മുടെ മധ്യപ്രദേശിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കോളേജായ ദേവി അഹല്യ വിശ്വവിദ്യാലയ ഇൻഡോർ, മധ്യപ്രദേശിലെ ഇൻഡോറിലെ കോളേജിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ വരുന്ന എന്നാണ് സെപ്റ്റംബർ 9 ഈ 2024 അക്കാഡമിക് ഇയറിലേക്കുള്ള എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ പ്രോസസ് ഒക്കെ തുടങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നിർബന്ധം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വെബ്സൈറ്റ് നിങ്ങളൊന്ന് കയറി സന്ദർശിക്കുക. അപ്പോൾ വെബ്സൈറ്റിലായി അവിടെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അനൗൺസ് ചെയ്യുക. സോ ദേവി അഹല്യ വിശ്വവിദ്യാലയ ഇൻഡോർ ആണ് കോളേജിന്റെ പേര്. ഇൻഡോർ സ്ഥലത്തിന്റെ പേര് കേട്ടോ, കോളേജിന്റെ പേര് അതാണ്. അപ്പോൾ ഒരുപാട് കോഴ്സ് CUT ബേസ് ചെയ്ത് മാത്രം അഡ്മിഷൻ എടുക്കുന്ന ഒരുപാട് കോഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം BA നോക്കുകയാണെങ്കിൽ BA ഹോണേഴ്സ് ഉണ്ട്. ഏതാണ് CUT ലെവലിലാണ് അഡ്മിഷൻ അവിടെ കിട്ടുക. BA ജേർണലിസം ഉണ്ട്. അതിൽ LLB വരുന്നുണ്ട്, 5 വർഷത്തെ BA LLB വരുന്നുണ്ട്. അപ്പോൾ LLB ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, അത് നോക്കാം. അതിൽ BCom അക്കൗണ്ടിങ്, BCom, BSc മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ BSc അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, BSc ഫിസിക്സ്, BPharm, BCA, MBA വരുന്നുണ്ട്. 5 വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് ആട്ടത്. സോറി, അത് ഇൻറ്റഗ്രേറ്റഡ് ആണോ? അല്ല ഇതിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് 5 years ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാണ്. MCA ഉണ്ട്, 6 വർഷത്തെ MCA കോഴ്സ്. MTech IT 5 years വരുന്ന ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിട്ട്. അതുപോലെ തന്നെ പിന്നെ MBA ഇൻറ്റഗ്രേറ്റഡ് 5 years വരുന്നുണ്ട്. MBA ഫോറിൻ ട്രേഡ് 5 years വരുന്നുണ്ട്. MBA MS 5 years ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് വരുന്നുണ്ട്. MBA ടൂറിസം 5 years ഇൻറ്റഗ്രേറ്റഡ് ആണ്. അതുപോലെ MSc ഇലക്ട്രോണിക് മീഡിയ ഇൻറ്റഗ്രേറ്റഡ്. MTech ഇൻറ്റഗ്രേറ്റഡ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്. MTech ഇൻറ്റഗ്രേറ്റഡ് 5 year വരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരുപാട്, ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ കമ്മിങ് ഫ്യൂച്ചറിലൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള ഓരോ സംസ്ഥാനത്തെയും കോളേജുകളിലേക്ക് അഡ്മിഷനൊക്കെ എന്ത് CUT ലെവലായി മാറാനുള്ള സാധ്യതയല്ല, അങ്ങനെ ആവും എന്ന രീതിയിലൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ കോളേജിലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് അവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു കോളേജിനെ പറ്റി ഡീറ്റെയിൽ നിങ്ങൾ എന്ത് വെബ്സൈറ്റിൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു NAC A+ ഗ്രേഡൊക്കെ കിട്ടിയ ഒരു കോളേജ് തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മധ്യപ്രദേശിലൊക്കെ പോയിട്ട് ഇത്തരം കോളേജിലൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു വെബ്സൈറ്റിൽ കയറുക, ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ആൻഡ് എനി ഡൗട്ട് നിങ്ങൾ താഴെ ചോദിക്കുക. ഓക്കെ, സോ ഒരിക്കൽ കൂടി നമ്മളെ CUT-യുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കാര്യങ്ങൾ ഇട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ CUT അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വേഗം ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങൾ എപ്പോഴും താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. ഓക്കെ, ബൈ.